മാന്യ സുഹൃത്തുക്കൾക്ക് ഇലഞ്ഞൂർ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവമായ സ്വാഗതം. പ്രിയ സുഹൃത്തുക്കളെ, അതികഠിനമായ വരൾച്ചയ്ക്ക് ശേഷം വീണ്ടും കാലാവസ്ഥ സജീവമായി നല്ല വേനൽ മഴയെ കിട്ടിത്തുടങ്ങി. അപ്പോൾ കർഷകരൊക്കെ ഊർജ്ജസ്വലരായിരിക്കുകയാണ്. അതേപോലെ ഇലഞ്ഞൂർ ബ്ലോഗും കൃഷിയുടെ കാര്യത്തിൽ വളരെ ആക്റ്റീവായി തുടങ്ങിയിരിക്കുന്നു, ഊർജ്ജസ്വലരായി തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വിളവെടുപ്പും അത് സംബന്ധിച്ച ചില വിവരങ്ങളുമാണ് പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് പങ്കുവെക്കുന്നത്. പല സുഹൃത്തുക്കളും എന്നോട് പറയുന്നുണ്ട് വിളവെടുപ്പ് കാണിക്കുന്നില്ല എന്നുള്ളത്. ആ പരാതി പരിഹരിക്കുന്നതിന് വിളവെടുപ്പ് ഞാൻ കാണിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെയ്യുന്ന കൃഷിയുടെ ആ വളപ്രയോഗവും അതിൽ നിന്നും കിട്ടുന്ന വിളവുമാണ് ഞാൻ കാണിക്കുന്നത്. ഒരു വാഴ കുഴിച്ചു വെച്ച് മറ്റൊരു വാഴയിൽ നിന്നും കുല വെട്ടുന്നതല്ല ഞാൻ കാണിക്കുന്നത്. ഒരു വാഴ കുഴിച്ചു വെക്കുന്ന പോലെ അതിൻ്റെ വളപ്രയോഗം അതിൻ്റെ കുലകളും ഒക്കെയാണ് ഞാൻ കാണിക്കുന്നത്. പ്രത്യേകിച്ചും ഞാൻ ജൈവ വളങ്ങൾ മാത്രം ഉപയോഗിച്ചാണ് കൃഷി ചെയ്യുന്നത്. അത് ഉദാഹരണമാണ് നിങ്ങൾ ഈ വാഴ നോക്കുക. ഈ വാഴയ്ക്ക് ഇതുവരെ ഞാൻ താങ്ങാൽ കൊടുത്തിട്ടില്ല. പൂർണ്ണമായ വിളവായി ഇന്നിത് വെട്ടി ഞാൻ വിൽക്കാൻ പോവുകയാണ്. ഇതുവരെ ഞാൻ താങ്ങാൽ കൊടുത്തിട്ടില്ല. കാരണം ജൈവ കൃഷിയിലൂടെ വാഴ കൃഷി ചെയ്യുമ്പോൾ, ജൈവവളം ഉപയോഗിച്ച് വാഴ കൃഷി ചെയ്യുമ്പോൾ അതിൻ്റെ പിണ്ടിക്ക് നല്ല ബലം കിട്ടും. ഇതിലുണ്ടാവുന്ന കുല താങ്ങി നിർത്താനുള്ള ബലം നമുക്ക് ആ കുലയിൽ ആ പിണ്ടിക്കുണ്ടാക്കിയെടുക്കാൻ ജൈവ വളങ്ങൾ ഉപയോഗിച്ചാൽ മതി. പിന്നെ മറ്റൊന്ന്, ഈ വാഴകളൊക്കെ വെക്കുമ്പോൾ ഞാൻ വയ്ക്കുന്ന വാഴയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ, നല്ല മാതൃസസ്യത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരു മൂട് വാഴ ഞാൻ വച്ചാൽ അതിൻ്റെ 2-3 വിത്തുകളിലൂടെ വളരാൻ അനുവദിക്കും. സാധാരണ എല്ലാവരും വിത്തുകൾ നശിപ്പിക്കുകയാണ്, പക്ഷേ ഞാൻ 2-3 വിത്തുകളിലൂടെ വളരാൻ അനുവദിക്കും. ഈ വളരാൻ അനുവദിക്കുന്ന വിത്തുകൾ നമ്മൾ ഈ കൊല വെട്ടിക്കഴിയുമ്പോഴത്തേനും ഏതാണ്ട് 3/4 വളർച്ച പിന്നിടുകയും ഈ കൊല വെട്ടിക്കഴിഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ മറ്റ് 3 കൊലകളിലൂടെ നമുക്ക് നൽകുകയും ചെയ്യും. അപ്പോൾ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കൃഷിരീതിയാണ്. ആ രീതിയാണ് ഞാൻ പ്രിയപ്പെട്ട സുഹൃത്തുക്കളുമായിട്ട് ഈ പങ്കുവയ്ക്കുന്നത്. ഇപ്പോൾ തന്നെ ഇതിൻ്റെ ചുറ്റും വിത്തുകൾ വെപ്പുണ്ട്. നോക്കിയാട്ടെ, ഈ കൊല ഇത് വെട്ടാൻ പോവുകയാണ്, ഇത് വളർന്ന് വെട്ടാൻ പോവുകയാണ്. ഇതിനോടൊപ്പം നിൽക്കുന്ന 2-3 വിത്തുകളുണ്ട്. ഇത് ഏതാണ്ട് 1-1.5 മാസത്തിനകത്ത് വെച്ച് അത് കൊലയാവും. ഇപ്പോൾ കൂമ്പ് വന്നിരിക്കുകയാണ്. അപ്പം ഈ പൂവൻ കൊലയാണ് ഞാൻ വെട്ടുന്നത്. നമുക്കറിയാം, പൂവൻ വാഴയ്ക്ക് ഉണക്കിനെ അതിജീവിക്കാനുള്ള ആ കഴിവുണ്ട്. എത്ര കഠിനമായ വരൾച്ചയും അതിജീവിക്കാനുള്ള കഴിവുണ്ട്. അതുപോലെ തന്നെ വിലയുടെ കാര്യത്തിൽ ഒരിക്കലും താപ്പോട്ട് പോകത്തില്ല. മിനിമം ഒരു വില കിട്ടും. പഴത്തിനൊക്കെ 70 മുതൽ 90 രൂപ വരെ കിലോയ്ക്ക് വിലയുണ്ട്. അതുപോലെ തന്നെ സ്വാദിഷ്ടമാണ്. നമുക്ക് ഉണക്കുകാലത്ത് ഉഷ്ണകാലത്തൊക്കെ കഴിക്കാൻ നല്ല തണുപ്പ് ശരീരത്തിന് കിട്ടും. ഒട്ടനവധി വിഭവങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു വാഴ കൂടിയാണ് പൂവൻ വാഴ എന്ന് വെച്ചാൽ. പിന്നെ ഇത് കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് വളപ്രയോഗത്തിലാണ്. വളരെ മിതമായ രീതിയിൽ വളപ്രയോഗം ചെയ്യാവൂ. അതിൻ്റെ ചുവട് കൂടെ അതായത് ഒരു 10 ദിവസം 15 ദിവസവും കൂടുന്ന ചുവട് ചെറുതായിട്ട് വേര് പോകാത്ത വിധത്തിലുള്ള മണ്ണിളക്കി ഇട്ട് കൊടുക്കണം. ജൈവ വളം എന്ന് പറയുമ്പോൾ പിണ്ണാക്ക് വളങ്ങളും അതുപോലെ തന്നെ ലായനി വളങ്ങളും തോലും ചാരവും എല്ലുപൊടിയും വേപ്പിനും പിണ്ണാക്കും ഒക്കെയാണ് പ്രധാനമായിട്ട് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. അതുപോലെ തന്നെ വലിയ കൊലകൾ ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു മീഡിയം കൊലകൾ വേണം നമുക്ക് ഈ വാഴയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കുവാൻ. അപ്പോൾ നമുക്ക് ഈ കൊല വെട്ടുവാണ്. ഓക്കെ, നമ്മുടെ വിളവെടുപ്പ് തീർന്നിട്ടില്ല. ഇനിയും കുറച്ചുകൂടി വിളവെടുപ്പാനുണ്ട്. അപ്പോൾ ഇത് ഞാൻ പ്രധാനമായിട്ട് വിൽക്കുമെന്ന് പറഞ്ഞാൽ, ജൈവ കൃഷിയിലൂടെ ഞാൻ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതിന് വേണ്ടി ചില കച്ചവടക്കാരുണ്ട്. സാധാരണ നല്ല വില തരും, അവർ വിൽക്കുന്നത് നല്ല വിലയ്ക്കാണ്. അപ്പോൾ അങ്ങനെയുള്ള കച്ചവടക്കാരെ കണ്ടുപിടിച്ച് നമ്മൾ ജൈവ കൃഷിയിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതാണ് നല്ലത്. അല്ലാതെ കൊടുത്താൽ രാസവളം ഇടുന്ന കൃഷിയുടെ അതേ വില തന്നെ ജൈവവളം ഇട്ട് കൃഷി ചെയ്യുന്ന ആ ഉൽപ്പന്നങ്ങളും കിട്ടുകയുള്ളൂ എന്ന കാര്യം പ്രത്യേകം ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ,
ഇതാണ് ഇന്നത്തെ നമ്മുടെ വിളവെടുപ്പ്. ഇത് വിൽക്കുന്നതിന് വേണ്ടി ഞാൻ കൊണ്ടുപോവുകയാണ്. പ്രിയ സുഹൃത്തുക്കളെ, എനിക്ക് പറയാനുള്ളത്, കർഷകനെ സംബന്ധിച്ചിടത്തോളം കൃഷി ഒരു സന്തോഷവും ആദായവും വരുമാന മാർഗവുമാണ്. കാരണം എല്ലാ ദിവസങ്ങളിലും വാഴയും വ്യത്യസ്തങ്ങളായ രീതികളിൽ കൃഷി ചെയ്യുമ്പോൾ എല്ലാ ദിവസങ്ങളും നമുക്ക് വരുമാന മാർഗമാണ്. കൊലയായാലും ചീരയായാലും വഴുതനങ്ങയായാലും വെണ്ടയ്ക്കയായാലും ചീനി മരച്ചീനിയായാലും അതുപോലെ തന്നെ ഫലവൃക്ഷ വിളകളായാലും ഒക്കെ നമുക്ക് വന്നുകൊണ്ടിരിക്കും. സ്ഥിരമായിട്ട് ഒരു മാസത്തിൽ ഒരു നിശ്ചിത വരുമാനം അല്ല, പകരം ഡെയിലിയുള്ള വരുമാനം നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പം ഇത്തരത്തിലുള്ള കൃഷിക്കാഴ്ചകൾ കാണാനും ആ കൃഷിയെ സംബന്ധിച്ച സന്തോഷം അനുഭവിക്കാനും ആ അറിവും അത് സംബന്ധിച്ച വിവരങ്ങളുമൊക്കെ സമാന ചിന്താഗതിയുള്ളവരിലേക്ക് എത്തിക്കാനും ഒക്കെ താല്പര്യമെങ്കിൽ പ്രിയ സുഹൃത്തുക്കളെ, ആദ്യമായിട്ടാണ് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം നാളിതുവരെ എനിക്ക് പൂർണ്ണ പിന്തുണ നൽകിക്കൊണ്ടിരിക്കുന്ന, എല്ലാവിധ പ്രോത്സാഹനങ്ങളും നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. സുഹൃത്തുക്കളെ, നമ്മൾ ഏത് വാഴ വെട്ടിയാലും ശരി, കൊല വെട്ടിയതിന് ശേഷം ആ പെണ്ടി നീക്കം ചെയ്യണം. ഇല്ലെങ്കിൽ ഈ പെണ്ടിപ്പുഴുവും മറ്റും കയറി ആ വാഴയ്ക്ക് വലിയ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇത് നമ്മൾ ചെയ്യുന്നു വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നോക്കിയാൽ കുറേയധികം വിത്തുകളുണ്ട്. ഇപ്പോൾ ഇത് എനിക്ക് തോന്നുന്നൊരു 5 കൊല്ലമായി ഈ വാഴ വെച്ചിട്ട് 5 കൊല്ലം മുമ്പ് തുടർച്ചയായി ഞാൻ കൊലകൾ വെട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കുറേ വിത്തുകൾ നമുക്ക് വേണ്ട. ഒന്നാമത് ഈ വാഴ ചരിഞ്ഞിരിക്കുകയാണ്, ഇവിടെ മണ്ണില്ല. അതുകൊണ്ട് ഈ വിത്തും ഇത് രണ്ടും നശിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 4 വിത്ത് ഞാൻ 1, 2, 4 ഈ 4 വിത്ത് എടുത്ത് കളയാണ്. അപ്പോൾ കുന്താലി കൊണ്ടാണ് ഞാനിപ്പം എടുത്ത് കളയാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ എടുത്ത് കളയാം. നമ്മൾ 2 വിത്ത് ഇവിടെ നിർത്തിയിട്ടുണ്ട്, അത് മതി. ബാക്കിയുള്ള വിത്തുകളൊക്കെ നീക്കം ചെയ്തു. ഇനി ഇതിൻ്റെ ചുവട് ചെറുതായിട്ടൊന്ന് മാന്തിയതിന് ശേഷം അല്പം വളം ഇട്ട് കൊടുക്കുകയാണ്. കൊല വെട്ടിയ വാഴയുടെ 2 വിത്ത് നിർത്തിയതിന് ശേഷം ഒരു വാഴ നിൽപ്പുണ്ട്. നമ്മൾ കുറച്ച് വളം വിതറി കൊടുക്കുകയാണ്. കുറേശ്ശെ വളമേ പൂവമ്പഴയ്ക്ക് ഇട്ട് കൊടുക്കാവൂ എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ ഇതിട്ട് കൊടുത്തു. ഇനി എല്ലുപൊടി ആദ്യം ഇട്ട് കൊടുത്താൽ ഇനി ചാരമാണ്. വേപ്പിൻമാക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. ഏത് വാഴയ്ക്കായാലും വേപ്പിൻമാക്ക് ഇട്ട് കൊടുക്കാൻ മറക്കരുത്. കാരണം നല്ല കൊല കിട്ടാനും അതുപോലെ തന്നെ കീടരോഗബാധകൾ ഉണ്ടാവാതിരിക്കാനും ഒക്കെ വളരെ നല്ലതാണ് വേപ്പിൻ പിണ്ണാക്ക്. ഇനി നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ മണ്ണിളക്കി അതിന് ശേഷം ഇനി നമ്മൾ ചെറുതായിട്ട് ഇളക്കിയ മണ്ണ് ഒന്ന് അടുപ്പിച്ച് കൊടുക്കണം.
സുഹൃത്തുക്കളെ, പൂവമ്പാഴ കൃഷിയുടെ രീതി, അതായത് ഞാൻ ചെയ്യുന്ന രീതി ഇതാണ്. ഒരു വാഴ വെക്കുക. വാഴ വെക്കുന്നുണ്ടെങ്കിൽ അതിനോടൊപ്പം മറ്റ് വിത്തുകൾ വളരെ അനുവദിക്കുക. അതിനുശേഷം മിതമായ രീതിയിൽ വളം ഇട്ട് കൊടുക്കുക. അതിനുശേഷം കൊലയിട്ടു. അപ്പോൾ മിതമായ രീതിയിൽ കൃത്യമായിട്ടൊരു 2-3-4 വളം ഇട്ട് കൊടുക്കണം. പിന്നീട് മഴയൊക്കെ ആവുന്നുണ്ടെങ്കിൽ ഇതിന് ചുവട്ടിൽ നമ്മുടെ റോഡ് സൈഡിലൊക്കെ കിളിച്ചിരിക്കുന്ന പാഴുകളും ഒക്കെ പറിച്ചു കൊണ്ടുവന്ന് ഇട്ട് കൊടുക്കും. ഇതാണ് നമ്മുടെ പൂവമ്പാഴ കൃഷി രീതി. എല്ലാ സുഹൃത്തുക്കളും ഇന്ന് പരീക്ഷിച്ച് നോക്കുക. അപ്പോൾ ഇത് പരീക്ഷിച്ച് നോക്കുക, വിജയിക്കുക. എല്ലാ സുഹൃത്തുക്കൾക്കും ഞാൻ കൃത്യമായി നന്ദി പറയുന്നു.